നമസ്കാരം. ഇന്റർവ്യൂ റൂമിൽ എന്നോടൊപ്പം ശ്രീ ഗോപാലകൃഷ്ണൻ IPS AAG റിട്ടയർഡ്. സ്വാഗതം സർ. വന്ദേ മാതരം. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും നമ്മുടെ ഇടയിലെല്ലാം സംസാരിക്കുന്ന ഒരു വിഷയമാണ്. റഷ്യയെ കയറി യുക്രൈൻ അടിച്ചു, അതിന് നാറ്റോയുടെയും അടക്കം സപ്പോർട്ടുണ്ട്, ഉക്രൈൻ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പല രീതിയിൽ ചർച്ചയുണ്ട്. പക്ഷേ അതിനൊന്നും അപ്പുറം ഉള്ള കാര്യങ്ങൾ സാറിന് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഇതിന്റെ ഈ കൃത്യമായി വിശകലനം ചെയ്യുന്നതും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ആളെന്ന നിലയിൽ താങ്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പല രഹസ്യങ്ങൾ പോലും പറയാനുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്കളുടെ നിരീക്ഷണത്തിൽ ഇത് എന്താണ് തോന്നുന്നത്? യുക്രൈൻ അതിനുള്ള പാങ്ങുണ്ടോ? യുക്രൈൻ എന്തുകൊണ്ട് സമാധാനം ചർച്ച ചെയ്ത്, അതായത് സമാധാനത്തിന് വേണ്ടി കരഞ്ഞ സെലൻസ്കിയിൽ നിന്ന് ഈ ഒരു എടുത്തുചാട്ടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ശരത്തിൻ്റെ ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരിതാണ്. ഈ എന്തെന്നാൽ എനിക്കഥവാ എന്തെങ്കിലും ചില രഹസ്യങ്ങൾ അറിയാമെങ്കിലും അതെനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല. കാരണം ഞാൻ റഷ്യ നമ്മുടെ സുഹൃത്ത് രാജ്യമാണ്. അതെ. അതുപോലെ ഇന്ത്യ നമ്മുടെ മാതൃരാജ്യമാണ്. അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ശരത്തിൻ്റെ ക്വസ്റ്റ്യനിലുള്ളത്, നമ്മുടെ മാധ്യമങ്ങൾ നേരമണ്ണം ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. റഷ്യയിലുള്ള അറ്റാക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ലെൻസ് വെച്ച മറ്റാ ഞാൻ നോക്കിയാണ് കണ്ടുപിടിച്ചതെന്ന്. ഇപ്പോഴും അത് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ആക്സിഡൻ്റലായിട്ട് എനിക്കൊരു ഒരു ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ കിട്ടിയതാണ്. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഇവിടെ എങ്ങും ആരും ഒന്നും പറയുന്നില്ല. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയി റിസർച്ച് ചെയ്തെടുത്തതാണ് ഇപ്പോൾ ഈ റഷ്യ ഉക്രൈൻ വാർ. ഇത് പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അല്ല, ഇന്ത്യ പാകിസ്ഥാൻ വാർ അത് തീർന്നല്ലോ, അതിനേക്കാളും വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ഒരു വേൾഡ് വാർ 3 നയിക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നു, വേൾഡ് വാർ 3 തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ 2024 25 എൻ്റെ ഓർമ്മയിലില്ല ഇറാൻ നമ്മുടെ ഇസ്രായേൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ്, ഹുത്തി, ഇന്ത്യ പാകിസ്ഥാൻ, ഇതിലൊന്നും ഒരു വേൾഡ് വാർ സിനേറിയോ വന്നില്ല. പക്ഷെ ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച നടക്കുന്നത്, കഴിഞ്ഞ ആഴ്ച അല്ല, മെയ് 20 തൊട്ട് നടക്കുന്നത് വേൾഡ് വാർ സിനേറിയോ ആണ്. ഇറ്റ് ക്യാൻ ഗോ ടു എ വേൾഡ് വാർ. പുടിൻ മാത്രം വിചാരിച്ചാൽ മതി. കാരണം അദ്ദേഹത്തിനെതിരായിട്ട് അത്രമാത്രം പ്രൊവോക്കേഷൻ ഈ എതിർ പാർട്ടികൾ, നോട്ട് ഉക്രൈൻ യൂനക്കാണെന്ന് ഞാൻ പറയും. ഒരു നപുംസക രാഷ്ട്രമാണ് യുക്രൈൻ. ഈസ് എ ഫിഫ്ത്ത് പോം. അവർ പ്രോക്സിയാണ് യൂറോപ്പിൻ്റെ. ഞാൻ അമേരിക്കയുടെ എന്ന് പറയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ട്രംപിന് ഈ റഷ്യയായിട്ട് യുദ്ധത്തിന് പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഇവരെ G8 ചേർക്കാനും പുടിനെ കൂടുതൽ അടുപ്പിക്കാനും ബിസിനസ് താല്പര്യങ്ങൾക്ക് പുടിൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ട്രംപിൻ്റെ ഫാമിലിക്കൊക്കെ ഉണ്ട്. അത് ട്രംപിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ട്രംപിന് ഒരിക്കലും റഷ്യ അടിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് അദ്ദേഹം വന്ന ആദ്യത്തെ 2 മാസം സമാധാനം, പിന്നെ ഞാൻ വരുന്നതിന് മുമ്പേ പറഞ്ഞു ഞാൻ വന്ന് 1 മാസത്തിനകത്ത് ഇവരുടെ വാറ് തീർക്കും, അത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് വന്നത്. പക്ഷേ നമ്മൾക്ക് ഇപ്പം മനസ്സിലാക്കേണ്ടത്, ഈ ട്രംപിൻ്റെ മുകളിലും എന്താ പണത്തിൻ്റെ പുറത്തും പരിന്ത് പറക്കില്ല, അങ്ങനെ എന്താ ട്രംപിൻ്റെ മുകളിൽ പരിന്തുണ്ട്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്, ജർമ്മനിയിൽ ഇപ്പോൾ എലക്റ്റഡായ അവരുടെ ഹെഡ്, നോട്ട് പ്രസിഡൻറ്റ്, വൈസ് ചാൻസലർ അല്ല, നോട്ട് വൈസ് ചാൻസലർ, എന്തോ ഒരു ചെയർമാൻ, എനിക്ക് കിട്ടുന്നില്ല ആ വേർഡ്. അതായത് അവരുടെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഹെഡ് ഫ്രെഡറിക് എന്ന് പറഞ്ഞ ഒരാളാണ്. അയാളൊരു തീവ്ര വലതുപക്ഷക്കാരനും, തീവ്ര വലതുപക്ഷം എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറുടെ ശിഷ്യന്മാരെന്ന് വേണം നമുക്ക് പറയാം. അയാൾ ഹെയ്റ്ററാണ്, റഷ്യൻ ഹെയ്റ്ററാണ് അയാൾ. നേരത്തെ ഇരുന്ന ആംഗല മെർക്കൽ അവർ ഒന്നും ഒരിക്കലും റഷ്യ വെറുത്തിരുന്നില്ല. ഇത് റഷ്യയോട് ഭയങ്കര ഒരു വെറുപ്പാണ്. ഹീ ഡെസ്പൈസസ് വിത്ത് റഷ്യൻസ്. അത് പിന്നെ പഴയ UK
ഈ ശരത്ത് അറിയാമായിരിക്കും, നമ്മൾ ഹിസ്റ്ററി പരിശോധിച്ചാൽ വേൾഡ് വാർ 1 1914 തുടങ്ങിയതാണ്. 2.25 വർഷം എടുത്തു അമേരിക്കയെ അതിനകത്ത് കൊണ്ടുവരാൻ. അമേരിക്ക അതിനകത്ത് ഇടപെട്ടില്ല. അത് നിങ്ങളുടെ വാറാണ്, യൂറോപ്യൻസിൻ്റെ ഇടയിലുള്ള വാറാണ്, അത് നിങ്ങളങ്ങ് തീർത്താൽ മതി എന്ന് പറഞ്ഞ് ഇടപെട്ടില്ല. പക്ഷേ ഈ വീണ്ടും ബ്രിട്ടീഷുകാരുടെ കുതന്ത്രം കാരണം, ബ്രിട്ടീഷുകാർ തോറ്റു എന്നുള്ളത് കാരണം ഈ അമേരിക്ക ദേ വർ ഡ്രാഗ്ഡ് ഇൻ ടു ദ വാർ. ഫസ്റ്റ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാർ അതിനേക്കാളും ഭയങ്കരമായിരുന്നു. സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങിയത് 1939. നമ്മൾ ഹിസ്റ്ററി പരിശോധിച്ചാൽ മനസ്സിലായി 2.5 വർഷം കഴിഞ്ഞിട്ടാണ് അമേരിക്ക അതിനകത്ത് വരുന്നത്. ആ പേൾ ഹാർബർ അറ്റാക്ക് ആയിട്ട് ബന്ധപ്പെട്ടാണ് അമേരിക്ക അതിനകത്ത്. ചർച്ചിൽ എന്തുമാത്രം പരിശ്രമിച്ച് ഊണും ഉറക്കവും പിന്നെ ഡിന്നറും എല്ലാം ഉപേക്ഷിച്ച് അയാൾ ആ കുതന്ത്ര ബുദ്ധിയെ ഉപയോഗിച്ച് അമേരിക്ക പിടിച്ച് വലിച്ച് അതിനകത്ത് ഇടുകയാണ് ചെയ്തത്. അതിന് ആക്കം കൂട്ടാനായിട്ട് പെട്ടെന്ന് ട്രിഗർ ചെയ്തതാണ് പേൾ ഹാർബർ. പേൾ ഹാർബർ അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അമേരിക്ക ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിൽ വരില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അതിനുള്ള ഒരു മെഷേർഡ് റെസ്പോൺസേ കൊടുക്കുള്ളായിരുന്നു. അതിന് പകരം ഈ ചർച്ചിൽ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെയാണ് അമേരിക്ക വേൾഡ് വാറിൽ വരുന്നത്. പിന്നെ റെസ്റ്റ് ഇസ് ഹിസ്റ്ററി, എല്ലാവർക്കും അറിയാമല്ലോ. അതേപോലെ ഈ യൂറോപ്യൻസ്, ട്രംപ് പറഞ്ഞത് കറക്റ്റാണ്, നിങ്ങൾക്കാണ് പ്രശ്നം, ഞങ്ങളിങ്ങനെ വരുന്നില്ല അവിടെ, നാറ്റോ ഫോഴ്സിന് ഞങ്ങൾ പൈസ തരില്ല, നിങ്ങൾ കണ്ടുപിടിച്ചാണോ. ഇതെല്ലാം അമേരിക്കയുടെ തോളിലിരുന്ന് അമേരിക്കയുടെ ചെലവിലാണ് ഈ ഇവന്മാർ ഈ ബേസ്, എനിക്കൊന്ന് മോർ ദാൻ 100 ബേസസ് മറ്റോ യൂറോപ്പിലുണ്ട്. ജർമ്മനി മാത്രം 30 ബേസ് ഉണ്ട് അമേരിക്ക. ഇതെല്ലാം അമേരിക്കയുടെ ചിലവാണ്. അപ്പം ഈ പിന്നെ ഇവന്മാർ യൂറോപ്യൻസ്, UK-യും ജർമ്മനിയും എല്ലാം റഷ്യയെ ഇഷ്ടമല്ലെങ്കിലും ആ അമേരിക്കയുടെ തോളിലിരുന്ന് റഷ്യയെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇന്ന് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അത് ട്രംപ് പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ട്രംപ് ഭീഷണിപ്പെടുത്തി നാറ്റോയെ. ഇപ്പോഴും ആ ഭീഷണി നിലനിൽക്കുന്നു. അങ്ങനെ നിന്നപ്പോഴാണ് ഈ പഴയ ഡെമോക്രാറ്റ്സിലുള്ള കുറേ പേരും അവർ ഈ വെപ്പൺ ലോബിയുടെ ആളുകളാണ്. അവർക്ക് എപ്പോഴും എവിടെയെങ്കിലും വാർ ഉണ്ടാവും. അപ്പോൾ അവർ വാർ ഇങ്ങനെയൊക്കെ ശരിയാക്കി കൊണ്ട് വന്നപ്പോഴാണ് ഈ ട്രംപ് കയറി വന്നത്. അപ്പോൾ ആ വെപ്പൺ ലോബി വീണ്ടും ബാക്കിലേക്ക് പോയി. ഇപ്പോൾ ആ വെപ്പൺ ലോബി, അമേരിക്കയിലുള്ള ആ വെപ്പൺ ലോബി, അതിനകത്ത് ഡെമോക്രാറ്റ്സാണ് കൂടുതലും, ഈ കുറച്ച് റിപ്പബ്ലിക്കൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവരെല്ലാം കൂടെ UK-യിലെ സ്റ്റാമറുമായിട്ട് ചേർന്ന് അതിൻ്റെ കൂടെ ഇപ്പം എന്താ ഈനാമ്പച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജർമ്മനിയുടെ ഹെഡ് കൂടെ വന്നപ്പം അത് പൂർത്തിയായി. അപ്പം നാറ്റോയിൽ അമേരിക്കയെ വീണ്ടും ഒരു 3rd വേൾഡ് വാറിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരലാണ് ഇവരുടെ പണി. അത് ട്രംപിന് നന്നായിട്ട് അറിയാം. ട്രംപിൻ്റെ അഡ്വൈസേഴ്സിനും അറിയാം. നോക്കൂ, ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ്, ആദ്യം May 20-നായിരുന്നു പുട്ടിൻ്റെ ഹെലികോപ്റ്ററിനെതിരായിട്ടുള്ള ആക്രമണം. അത് കഴിഞ്ഞിട്ട് June 1, ഇന്നിപ്പോൾ 3rd അല്ലേ, June 1 രണ്ടാമത് ഒരു മേജർ അറ്റാക്ക്. അത് ഞാൻ പറയാം ഡീറ്റെയിൽഡ് ആയിട്ട്. ആ അറ്റാക്കിന് ശേഷം ട്രംപ് മിണ്ടിയിട്ടില്ല. എനിക്കൊന്ന് മോർ ദാൻ 36 hours-ആയി. അത് കാര്യം എന്താണെന്ന് മനസ്സിലായോ ശരത്തിന്? ട്രംപ് മിണ്ടാത്തത്. ട്രംപ് ഈസ് ഫ്യൂരിയസ്. കാര്യം അയാൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടൊക്കെ വരുമ്പോൾ ഇവന്മാർ ഈ യൂറോപ്യൻസും ഈ നാറ്റോയിലുള്ള ഈ മറ്റേ ചെറിയ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് പിന്നെ ഈ ട്രംപിനെ യുദ്ധത്തിൽ എന്ന് പറഞ്ഞാൽ ട്രംപ് പിന്നെ പുട്ടിനെ ചീത്ത വിളിക്കേണ്ട ഇപ്പോൾ ഉള്ള ബൊണോമി ഇല്ലാതാക്കാനുള്ള പരിപാടികൾ ഈ നാറ്റോ ഫോഴ്സിലുള്ള ബാക്കിയുള്ള രാജ്യങ്ങൾ ചെയ്യുകയാണ്. സ്പെയിൻ, ഫിൻലൻഡ്, എങ്ങനെയാണ് ഈ ഫിൻലൻഡും സ്പെയിനും ഇതിനകത്ത് വന്നതെന്ന് എനിക്കിപ്പോഴും ഒരു പിടി കിട്ടുന്നില്ല. സ്പെയിൻ, ഫിൻലൻഡ്, ജർമ്മനി, പിന്നെ ബ്രിട്ടനാണ് ഇവരുടെ ചീഫ്. അവർക്ക് ഈ ആരും നന്നാവണം ഇഷ്ടമല്ലല്ലോ. ഈവൻ USA നന്നാവണത് പോലും അവർക്ക് ഉള്ളുകൊണ്ട് ഇഷ്ടമല്ല. USA പണ്ട് ഒരുപാട് പണിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഈ UK-യുടെ ഹിസ്റ്ററി തന്നെ നമുക്കൊരു എപ്പിസോഡ് ചെയ്യേണ്ടി വരും. അപ്പം May 20 ആദ്യത്തെ പ്രൊവോക്കൽ. അപ്പം ഈ 27 കഴിഞ്ഞ മാസം 27-ാം തീയതി ട്രംപ് പറഞ്ഞു എല്ലാം ശരിയായി, ഇപ്പോൾ ഉടനെ പീസ് ഡീൽ സൈൻ ചെയ്യാൻ പോവുകയാണ് ഉക്രൈനും റഷ്യയും തമ്മിൽ. അപ്പോൾ അത് അങ്ങനെ പീസ് ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കക്ഷികൾക്കൊന്നും അത് ഇഷ്ടമല്ല. അവർക്ക് വാർ വേണം. ജർമ്മനിക്കും UK-ക്കും ഒക്കെ വാർ വേണം.
എന്നാലേ ഈ പഴയ പ്രോമിനൻസും അവർക്ക് പറയണം റഷ്യ ഇതാ ആക്രമിക്കാൻ വരെയാണ് ഞങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇത് ന്യൂക്ലിയർ ഇത് വേണം, ഞങ്ങൾക്ക് ബേസ് വേണം. ജർമ്മനിക്ക് ഇതില്ല. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ജപ്പാനും ജർമ്മനിക്കും അവർക്ക് വലിയൊരു മിലിറ്ററി ഫോഴ്സ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതാ ഇപ്പം റഷ്യ ആക്രമിക്കാൻ വരെയാണ്. അവരത് പറഞ്ഞു. അപ്പോൾ ട്രംപ് പറഞ്ഞു ഒരു ആക്രമണം ഉണ്ടാവില്ല റഷ്യന്ന്, അതെല്ലാം ഞാൻ നോക്കണം എന്നാണ്. ഇപ്പം ട്രംപ് പറയേണ്ടി വരും, പുട്ടിനെ ചിലപ്പോൾ ചീത്ത വിളിക്കേണ്ടി വരും. ഇങ്ങനെ ഈ കണക്കിനാണ് മുന്നോട്ട് പോകണമെങ്കിൽ. അപ്പം മെയ് 20 അത് എനിക്ക് തോന്നുന്നു വേൾഡിൽ ഇത്രയും വലിയ പ്രൊവോക്കേഷൻ എൻ്റെ പെട്ടെന്ന് ഇംപ്രോപ്റ്റീവായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇത്രയും വലിയൊരു പ്രൊവോക്കേഷൻ ഉണ്ടായിരുന്നു വേറെ ഏതെങ്കിലും രാജ്യ ലീഡേഴ്സിന് എഗൻസ്റ്റായിട്ട്. മെയ് 20 പുടിൻ മൂവ് ചെയ്യുമ്പം അവർക്ക് വളരെ കോൺഫിഡൻഷ്യലായിട്ടും സീക്രറ്റീവായിട്ടും ക്ലാൻഡസ്റ്റൈൻ രീതിയിലൊക്കെ അവർക്കറിയാം എങ്ങനെ നീങ്ങണം. അങ്ങനെ നീങ്ങിയിട്ട് പോലും മെയ് 20 പിന്നെ ഇദ്ദേഹത്തിൻ്റെ മിലിറ്ററി ഹെലികോപ്റ്ററിന്, അപ്പോൾ ഒരു ഹെലികോപ്റ്റർ അല്ല, അതിനകത്ത് റഷ്യയുടെ മിലിറ്ററി ജെറ്റ്സ് കാണും. ഒരു 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 വ്യൂഹമാണ് കാർക്കേഡ് എന്ന് പറഞ്ഞ പോലെ. അവരുടെ അതിനകത്ത് ഉള്ളതിനകത്ത് അത് ആ വ്യൂഹത്തിന് അഗൻസ്റ്റായിട്ട് 42 ഡ്രോൺ ഉക്രൈൻ അയച്ചു. അത് അവർ ഭയങ്കര ടെക്നോളജിക്കലി സുപ്പീരിയർ സ്കില്ലും ഒക്കെ ഉള്ളതുകൊണ്ട് റഷ്യൻസ് വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹത്തെ താഴെ ഇറക്കി, ഒരു കുഴപ്പമില്ലാതെ. അപ്പം ഇങ്ങനെ തട്ടിക്കളയാന്നുള്ളതാണ് അവരുടെ. ഇങ്ങനെ തട്ടിക്കളഞ്ഞാൽ ഈ യൂറോപ്പിൻ്റെയും UK ഒക്കെ പ്ലാൻ നടക്കും. അതുകൊണ്ടാണല്ലോ ഞാൻ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, ഇവർ യൂണിഫോം മാറ്റി ഉക്രൈനിൽ വന്നിരുന്നു. ഇതും അതാണ്, ഒരിക്കലും ഉക്രൈൻ ഇത് ചെയ്യാനുള്ള ടെക്നോളജി ഇല്ല, സ്കില്ലില്ല. അതുകൊണ്ടല്ല അവർ F-16 ഓപ്പറേറ്റ് ചെയ്യാതെ. അവർക്ക് അതിനുള്ള സ്കില്ലില്ല. ഒരെണ്ണം ഓപ്പറേറ്റ് ചെയ്ത് താഴെ പോയി. അപ്പം ഞാൻ ഇത് കണ്ട് സത്യം പറഞ്ഞാൽ ഭയന്നു പോയി. ഇതെന്തോ ഒരു അറ്റംപ്റ്റാണ്. പുട്ടിൻ്റെ ഹെലികോപ്റ്റർ തറയിൽ പോയിരുന്നെങ്കിൽ ഒന്നേ ഇമ്മീഡിയറ്റ് വേൾഡ് വാർ, അല്ലെങ്കിൽ ഇവർക്ക് ചാരന്മാരാരെങ്കിലും കാണും, അവർ റഷ്യൻ ചാരന്മാരാണ്, അവർ ടേക്ക് ഓവർ ചെയ്യും പുട്ടിൻ്റെ. പിന്നെ ഇവർ പറയുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും. ഇതും ആക്ച്വലി ട്രംപ് അറിഞ്ഞില്ല. ട്രംപ് അറിഞ്ഞപ്പം ഇമ്മീഡിയറ്റ് അപ്പം അതൊക്കെ അവർക്ക് ബൈപ്പാസ് ചെയ്യാൻ ട്രംപ് ചോദിക്കുക, അതെന്താ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചില്ല, എന്നെ നിങ്ങൾ അറിയിച്ചില്ല. അതിനൊക്കെ ഈ ഡീപ് സ്റ്റേറ്റിന് എന്തെങ്കിലും ആൻസർ കാണും. അപ്പം ട്രംപ് അതുകൊണ്ടാണ് പെട്ടെന്ന് അയാൾ വേറൊന്നും പറഞ്ഞില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ഉണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് റോങ് വിത്ത് പുട്ടിൻ, ഈസ് ക്രേസി, ഇത്രേ പറഞ്ഞുള്ളൂ. അവിടെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ളൂ. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരത്തെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അതും പറയില്ലായിരുന്നു. ശരി, മെയ് 20 അങ്ങ് കഴിഞ്ഞു. ഇപ്പോൾ ജൂൺ 2, അതായത് ഇന്നലെ ഈസ്റ്റാംബുളിൽ ഇവർ തമ്മിൽ സംസാരിക്കാൻ ടർക്കിയുടെ മധ്യസ്ഥതയിൽ റഷ്യയും ഉക്രൈൻ്റെ ആളുകളും സെലൻസ്കിയെ മറ്റോ പോയെന്ന് തോന്നുന്നു. പുടിൻ പോയില്ല, വേറെ ആരോ പോയി. അത് സംസാരിച്ച അപ്പോഴാണ് ട്രംപ് ഒരാഴ്ചക്ക് മുമ്പ് പറഞ്ഞത് മെയ് 27 അദ്ദേഹം പറഞ്ഞു എല്ലാം റെഡിയായി, പീസ് ഡീൽ ഉടനെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം 2-ാം തീയതി ഇന്നലെ പീസ് ഡീൽ ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് മെയ് 20 കാച്ചിയത്. അത് പോട്ടെന്ന് അങ്ങ് ക്ഷമിച്ചു അദ്ദേഹം. ഇപ്പോൾ അതിഭയങ്കരമായ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായിട്ട് ഇത്രയും വലിയൊരു പ്രൊവോക്കേഷൻ നടത്തിയിട്ടില്ല എന്ന് ഞാൻ പറയും. പെൽഹാമിലെ അറ്റാക്ക് ഇത്രയും വലിയ ഒരു ഗ്രേവ് പ്രൊവോക്കേഷനല്ല. ഇത് അതിലും സുപ്പീരിയർ ഗ്രേഡിലുള്ള ഒരു പ്രൊവോക്കേഷനാണ്. അതായത് സൈബീരിയയിൽ 5 എയർബേസ്, ഞാൻ ഉക്രൈൻ എന്ന് പറയില്ല, നാറ്റോ എന്ന് തന്നെ ഞാൻ പറയും. ഉക്രൈൻ അതിനുള്ള സ്കില്ലില്ല, ടെക്നോളജി ഇല്ല. നാറ്റോ, ഫിൻലൻഡ്, ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള റഷ്യ സംശയിക്കുന്നത് ഫിൻലൻഡ്, സ്പെയിൻ, ജർമ്മനി, UK, ഈ 4 രാഷ്ട്രങ്ങളെയാണ് പുട്ടിന് സംശയം. 5 എയർബേസ് അവർ അറ്റാക്ക് ചെയ്തു. ഉക്രൈനിൽ നിന്ന് 7000 കിലോമീറ്റർ 7000 കിലോമീറ്റർ ദൂരെയുള്ള സൈബീരിയയിലാണ് നേവി, ബ്ലാക്ക് സീലും റഷ്യയുടെ എല്ലാം കിടക്കുന്നത്, നേവൽ ഹെഡ്ക്വാർട്ടേഴ്സും എയർഫോഴ്സിൻ്റെയും മറ്റേ ന്യൂക്ലിയർ വെപ്പൺസ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം അണ്ടർഗ്രൗണ്ടും ഓവർഗ്രൗണ്ടും ഒക്കെ ഉള്ളത് ഈ സൈബീരിയയിലാണ്. അപ്പം ബിക്കോസ് സൈബീരിയ ഈസ് ഫാർ ഫ്രം ഇറ്റ്സ് ഓൾ ഇറ്റ്സ് എനിമീസ് എക്സെപ്റ്റ് ജപ്പാൻ.
എന്നുള്ള കൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് സൈബീരിയയിൽ അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ 7000 കിലോമീറ്റർ ദൂരെ ഡ്രോൺ പറന്നെത്താൻ ഒരു ഡ്രോൺ ഇപ്പം എൻ്റെ അറിവിൽ ലോകത്തില്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ബീങ് സസ്പെക്റ്റഡ്. അതായത് ഇവർ ട്രക്കിൽ റഷ്യയിൽ ഒളിച്ചു കടത്തിയിട്ട്, ഡ്രോൺ നമുക്ക് ജോഡിപ്പിക്കാവുന്നതേ ഉള്ളൂ, ട്രക്കിൽ ഒളിച്ചു കടത്തി ഈ സൈബീരിയയുടെ എയർബേസിൻ്റെ തൊട്ടടുത്ത് കൊണ്ടു ചെന്നിട്ട് അതിനെ ജോഡിപ്പിച്ച് അറ്റാക്ക് ചെയ്തു. അപ്പോൾ മിനിമം ടൈം മതി. മറ്റേ മറ്റേ സാറ്റലൈറ്റും അതും ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വിത്തിൻ നോ ടൈം അറ്റാക്ക് ചെയ്തു. മേ ബി 20-25 കിലോമീറ്റർ. എന്നാലും ഇതെങ്ങനെ റഷ്യയെ വെട്ടിച്ച് ചെയ്തു എന്നുള്ളത് അതൊരു വലിയൊരു സംഭവമാണ്. അപ്പം റഷ്യക്കകത്തുനിന്നാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റഷ്യയുടെ അകത്ത് ആളുകളുണ്ട് ഇവർക്ക്. അത് ഇപ്പോൾ സംശയിക്കുന്നത് ചെച്ചിനിയൻ ആളുകളെയാണ്. ചെച്ചിനിയുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അവർ മുസ്ലിം പോരാളികളാണ്. അവർ റഷ്യക്ക് വലിയ തലവേദന ഉണ്ടാക്കിയിരുന്നവരാണ്. പിന്നെ പുടിൻ ഇവരെല്ലാം അടിച്ചൊതുക്കി. ഇപ്പോൾ അവർ സ്നേഹം ഭാവിച്ച് റഷ്യയുടെ കൂടെ, പുടിൻ്റെ കൂടെ നിൽക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ അവരാരോ ചെയ്തതായിരിക്കും എന്നാണ് റഷ്യൻ ഇൻ്റലിജൻസ് ഏജൻസീസ് വിശ്വസിക്കുന്നത്. അപ്പം ഈ സൈബീരിയയിൽ അറ്റാക്ക് ചെയ്തപ്പം ഉക്രൈൻ പറയുന്നത് 41 അവർ ബിഗ് ബോംബേഴ്സാണ്. അതായത് ഈ അമേരിക്കയുടെ B-52 സ്ട്രാറ്റ ഫോർട്രസ് വലിയ ഇതുണ്ട്. ഡിഗോ ഗാർഷ്യയിലുണ്ട്. അതിൻ്റെ അടുത്തെന്ന് പറയുന്നത് ഡിഗോ ഗാർഷ്യയിലുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യക്കടുത്ത് ഖത്തറിലുണ്ട്. ഈ യുവമാരെ കൊണ്ട് ഇത് പാർക്ക് ചെയ്തിട്ടുണ്ട്. US എയർഫോഴ്സ്. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള അതും ഈ റഷ്യന് ഇക്വലൻ്റ് ആയിട്ടുള്ള TU സീരീസിൽ ടുപ്പലോ എന്നാണ് എൻ്റെ. അത് ഈ B-52 ന്യൂക്ലിയർ വെപ്പൺസ് വഹിക്കാൻ കഴിവുള്ളതും 15,000 കിലോമീറ്റർ ഒറ്റയടിക്ക് വിത്തൗട്ട് റീഫ്യൂലിംഗ് പറക്കാനുള്ള കഴിവുള്ള ബോംബേഴ്സാണത്. അത് അവർക്ക് ഏകദേശം 350 TU ഇതുണ്ട്. നമുക്ക് TU തന്നിട്ടില്ല. ഈ സീരീസിലുള്ള തന്നിട്ടില്ല. അപ്പം 350 ഉക്രൈൻ പറയുന്നത് 40. അങ്ങനെയാണെങ്കിൽ 35%. റഷ്യൻ എയർഫോഴ്സിന് 35% ഡിസ്ട്രോയ് ചെയ്തെന്നാണ്. നമ്മളൊരു 10% വയ്ക്കുക എങ്കിൽ പോലും അതൊരു വലിയൊരു സംഭവമാണ്. റഷ്യക്ക് ആഘാതമാണ്. റഷ്യക്ക് നാണക്കേടായി. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. $9 ബില്യൺ ഇതാണ് പ്ലെയിനാണ്, റഷ്യയുടെ എയർക്രാഫ്റ്റ്സാണ് നശിപ്പിച്ചത് ഈ ഉക്രൈൻ. ഇത് ശരത്ത് വിചാരിക്കുന്നുണ്ടോ ഈ ഉക്രൈൻ അതിനുള്ള കപ്പാസിറ്റിയും സ്കില്ലും ഉണ്ടെന്ന്? ഉക്രൈൻ, ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ, ഉക്രൈൻ വെറും പ്രോക്സിയാണ്. ഉക്രൈൻ ഈസ് ലൈക്ക് നമ്മുടെ ഹുത്തി അത്രയേ ഉള്ളൂ. അവന്മാർക്ക് യാതൊരു സ്കില്ലും ഇല്ല. അവർ പണ്ട് പുലിയായിരുന്നു, ഞങ്ങൾ ടാങ്ക് ഉണ്ടാക്കി. അത് റഷ്യയുടെ കൂടെ നിന്നപ്പോഴാണ്. അതിനുശേഷം അവർക്ക് അതിനുള്ള പവറില്ല. അപ്പോൾ ഫിൻലൻഡാണ് ഇവർക്ക്. എങ്ങനെ ഈ ഫിൻലൻഡ് ഒന്നെന്ന് എത്ര ആലോചിച്ചിട്ട് ഈ ജിയോ പൊളിറ്റിക്സിൽ ഞാൻ കുറേ നാളുകൊണ്ട് ഇതൊക്കെ നോക്കുന്നതാണ്. എങ്ങനെയാണ് ഫിൻലൻഡ് ഇതിനകത്ത് ഫിറ്റായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നാറ്റോ എന്ന ആരോ ജർമ്മനി തന്നെയാണ് അല്ലെങ്കിൽ UK തന്നെയാണ് അളിയ നീ ചെയ്തോ, നീ ആകുമ്പോൾ ആരും സംശയിക്കില്ല. ഫിൻലൻഡാണ് ഈ സാറ്റലൈറ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്തെന്ന് പറയുന്നു. ഈ ഉക്രൈൻ, നോട്ട് ഉക്രൈൻ, നാറ്റോ ഫോഴ്സിന് റഷ്യക്കെതിരായിട്ട് ഈ കൺസേൺഡ് സൈബീരിയയിലുള്ള അത് കൊടുത്തു. പിന്നെ അപ്പോൾ ഇതൊരു വലിയൊരു പ്രൊവക്കേഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുടിൻ ലോർഡ് ഗൗതമ ബുദ്ധയുടെ ശിഷ്യനാണോ പുടിൻ? അല്ലല്ലോ. പുടിൻ എന്താ ചെയ്യും? അങ്ങേരെ എയർക്രാഫ്റ്റാണ് തകർക്കാൻ നോക്കിയത്. അതങ്ങേര് ക്ഷമിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ നാണക്കേടായില്ലേ? അപ്പോൾ മറ്റേ ഈ പീസ് ടോക്ക് പാര വെച്ചു. ഇന്നലെ അവർ പീസ് ടോക്കിൽ പ്രിസണേഴ്സ് എക്സ്ചേഞ്ച് മാത്രമേ ഉള്ളൂ, അതിനല്ല ചെന്നത്. ഇനി ട്രംപ് നേരത്തെ പറഞ്ഞു, 27-ാം തീയതി പറഞ്ഞു ഞങ്ങൾ ഉടനെ റഷ്യയായിട്ട് സമാധാനത്തിൽ. അതൊന്നും നടന്നില്ല. പുടിന് ഇനിയിപ്പോൾ പറ്റില്ല. ഈ ഒരു രാജ്യവും ക്ഷമിക്കില്ല ഈ ഒരു സംഗതിക്ക്. അപ്പം റഷ്യയെ പോലുള്ളൊരു ലാർജ് ന്യൂക്ലിയർ പവർ
എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. എന്തായാലും ന്യൂക്ലിയർ വാറൊന്നും ഉണ്ടാവില്ല, പക്ഷേ വേറെ പല സീരിയസ് എസ്കലേഷൻസ് ഉണ്ടാവും. ഉദാഹരണം, ഇനിയിപ്പോൾ പുടിൻ ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന ആഴ്ചയിൽ ബ്ലാക്ക് സീ ബ്ലോക്ക് ചെയ്യും. ബ്ലാക്ക് സീ ബ്ലോക്ക് ചെയ്താൽ കരിങ്കടൽ, ടർക്കി, ജർമ്മനി, ബൾഗേറിയ, റൊമേനിയ, ഉക്രൈൻ ആദ്യം അഫക്റ്റ് ചെയ്യും. ഇങ്ങനത്തെ കുറേ, ഫിൻലാൻഡ്, ഇങ്ങനെയുള്ള കുറേ രാഷ്ട്രങ്ങൾക്ക് ചരക്ക് ഗതാഗതം, കാർഗോ ട്രാഫിക്, ഷിപ്പ് വഴിയുള്ളത് ക്ലോസ് ചെയ്യും. എന്നുവെച്ചാൽ ഇവർ മൈനിടും. അതോടെ പിന്നെ ഈ ഓയിൽ പൈപ്പ് ലൈൻ, ഈ ഭയങ്കര വിൻ്ററാണ് യൂറോപ്പും റഷ്യയും, ഭയങ്കര വിൻ്ററാണ്. അത് യൂറോപ്പിൽ പോയിട്ടുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. ഈ യൂറോപ്യൻസ് ഈ കലണ്ടറിലൊക്കെ നെതർലാൻഡ്സ് അല്ലെങ്കിൽ ലണ്ടൻ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന, ദാറ്റ് ഈസ് ഓൺലി ഫോർ 4 months. 12 മാസത്തിൽ 8 മാസം സ്വെറ്ററൊക്കെ ഇട്ട് കിടുകിട വരച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ യൂറോപ്യൻസ്. അപ്പം അതേപോലെ ഇവന്മാർ തണുപ്പൊരു വലിയൊരു ഫാക്ടറാണ്. അപ്പം തണുപ്പ് കാലത്തും ഇവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ, ഇവരുടെ എക്കോണമി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ റഷ്യൻ എനർജി ഗ്യാസ് വന്നേ പറ്റുള്ളൂ. അപ്പോൾ റഷ്യൻ എനർജി ഗ്യാസ് സപ്ലൈ കട്ടാക്കിയാൽ ജർമ്മനിയുടെ 18% വലിയൊരു എമൗണ്ടാണ്. ജർമ്മനിയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ തൊട്ട് മുകളിലാണ് GDP. നമ്പർ 3. അപ്പം ജർമ്മനിയുടെ GDPയുടെ 18% താഴെ പോകും. അതുപോലെ തന്നെ അങ്ങനെ പല ഈ ഞാൻ പറഞ്ഞ ഓസ്ട്രിയ, പിന്നെ നെതർലാൻഡ്സ്, പിന്നെ ഫിൻലാൻഡ്, ഇങ്ങനെയുള്ള കുറേ രാഷ്ട്രങ്ങളുണ്ട് റഷ്യയുടെ അപ്പുറത്തുള്ള. അവരുടെ അവിടെ എല്ലാം ഈ പൈപ്പ് കയറ്റി വിടുകയാണ്, പൈപ്പിൽ കൂടെ ഗ്യാസ് കയറ്റി വിടണം. അത് ഇവർ ബ്ലോക്ക് ചെയ്യും. അപ്പം ഇത് രണ്ടും കഴിയുമ്പോൾ തന്നെ ഈ പുടിനെതിരായിട്ട് കൊടുത്ത പ്രൊവോക്കേഷനേക്കാളും വലിയ പ്രൊവോക്കേഷനാണ് റഷ്യ തിരിച്ചു കൊടുക്കുന്നത്. വേറൊരു സംഗതി, ഈ സ്റ്റാമർ ഇന്നലെയാണോ മെനഞ്ഞാന്നാണോ എന്തോ ചുമ്മാ ഇരിക്കണ ഒരുത്തൻ അമേരിക്ക എടുത്ത് പറയുമോ, ഞങ്ങൾക്കൊരു 7000 ICBM ആവശ്യമുണ്ട്, പിന്നെ ഞങ്ങൾക്ക് മറ്റത് വേണം, മറ്റേ സാധനമില്ല. അതെന്തിന് അവർ പറയുന്നത്? ഇപ്പോൾ പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ശ്രീലങ്ക പറയുന്നു, ഞങ്ങൾക്ക് പിന്നെ ഇത് വേണം, മറ്റേ താഡ്, അമേരിക്കയുടെ താഡ് ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ, അത് വേണം, അത് കുറേ എണ്ണം വേണം. എന്താ എൻ്റെ അർത്ഥം? ഇന്ത്യ ഉദ്ദേശിച്ചാണ്. ഇന്ത്യയെ പോലുള്ള രാഷ്ട്രത്തിൽ മാത്രം ഉദ്ദേശിച്ചാണ്. ശ്രീലങ്കയ്ക്ക് വേറെ ശത്രുക്കളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതേപോലെ ഈ ഇംഗ്ലണ്ടിലെ സ്റ്റാമർ കിളി പോയതുപോലെ നിൽക്കുകയാണ് ഇന്നലെ മെനഞ്ഞാന്നായിട്ട്. ഇതാണ് സംഗതി. അയാൾക്ക് ഇതിനകത്ത് ഹാൻഡ് ഉണ്ട്. ഒന്നുമില്ലാത്തവൻ ഇങ്ങനെ പറയില്ലല്ലോ. പിന്നെ ഫ്രാൻസ് ഒന്നും വേണ്ടിയിട്ടില്ലല്ലോ. എന്നുവെച്ചാൽ ഫ്രാൻസിനകത്ത് പങ്കില്ല. എന്നുവെച്ചാൽ ഈ UK നിൽക്കുന്നിടത്ത് ഫ്രാൻസ് എല്ലാ കാര്യത്തിലും നിൽക്കില്ല. അവർ ഇൻഡിപെൻഡൻ്റാണ്. റഷ്യയായിട്ട് അവർ എഗൻസ്റ്റ് ആയിരിക്കാം, പക്ഷേ അത് ഞങ്ങൾ റഷ്യ നേരിട്ട് തീർത്തോളാം, നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട എന്നുള്ളൊരു സ്റ്റാൻഡാണ് മക്രോണിനുള്ളത്. ഇയാൾ എന്തിനാണ് ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായില്ലേ, ഇതിലെ പ്രതി നമ്പർ 1 ആരാണ്? UK ആണ്. പിന്നെ ഈ UKയും ജർമ്മനിയുമാണ് ഇപ്പോൾ ഈ ചെയ്ത പ്രൊവോക്കേഷൻ. അത് പുടിൻ തിരിച്ച് മറുപടി കൊടുക്കും. പിന്നെ ഏതൊക്കെ രീതിയിൽ മറുപടി കൊടുക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. അത് ഉചിതമായ ബെഫിറ്റിംഗ് റിപ്ലൈ പുടിൻ കൊടുക്കും. അപ്പോൾ പുടിൻ കൊടുക്കുമ്പോൾ അവരത് കൊണ്ടുകൊണ്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ പാകിസ്ഥാൻ പോലും എണീറ്റിക്കാൻ കഴിവില്ലാത്ത പാകിസ്ഥാൻ പോലും നമ്മൾ ചെയ്തപ്പം എന്തൊക്കെ കുറ്റീശ്വരങ്ങളാണ് അവന്മാർ പറഞ്ഞ് ഇളക്കുന്നത്, അല്ലെങ്കിൽ അവന്മാർ വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ വന്നില്ലേ, അവർ 2 മിസൈൽ ICBM ഡൽഹിക്ക് നേരെ അയച്ചില്ലേ. ഇങ്ങനെയൊക്കെ ഇന്ത്യക്ക് അസിമെട്രിക്കൽ വാറിൽ ഇന്ത്യയിൽ നിന്ന് വളരെ താഴ്ന്നാണ്, അവർക്ക് ജയിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും നമുക്ക് ഈ 2 ICBM അയച്ച ശേഷമാണ് നമ്മൾ കയറി മേഞ്ഞത്. അത് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഫസ്റ്റിൽ അവർ 2 ICBM അയച്ചു. ഒന്ന് ഷഹീനും പിന്നൊന്ന് ഫത്ത 2 അങ്ങനെ അങ്ങനെ അത് 2 അയച്ചു. അത് ഡൽഹിയിൽ വീണിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ ഇന്ത്യക്ക് ഒന്നും പറ്റില്ല, കുറച്ച് ആളുകൾ മരിക്കും എന്നേ ഉള്ളൂ. അത് ന്യൂക്ലിയർ വാർഗേഴ്സ് അല്ല, അത് നമ്മളെ ഭീഷണിപ്പെടുത്തിയാണ്. അപ്പം ആ പാകിസ്ഥാൻ പോലും അങ്ങനെ ചെയ്യുമ്പോൾ റഷ്യ ഒരിക്കലും അത് മാറ്റിവെക്കില്ല. മെയ് 20 കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ജൂൺ 2 ചെയ്യുന്നു. അപ്പം ട്രംപ് ഹെൽപ്ലെസ്സാണ്. ട്രംപിനും കശ്യപിനും പീറ്റർ ഹെഗ്സാത്തിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെയൊക്കെ മോളിൽ പരുന്തുകൾ നിൽക്കുകയാണ്.
ഡീപ് സ്റ്റേറ്റ്, ഈ സ്റ്റാമർ, ഇവരെല്ലാം നിൽക്കുകയാണ്. പിന്നെയുള്ള വേറൊരു സംഗതി അത് എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. ഈ ബ്രിട്ടീഷുകാർക്ക്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞു, ബ്രിട്ടീഷുകാർക്കും ജർമ്മൻസിനും, പക്ഷേ ജർമ്മനിയിലെ നേരത്തെ ഇരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്സിനൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ജർമ്മൻ ബ്ലഡിൽ അതുള്ളതാണ്. ഇവന്മാരെ ഇഷ്ടമേ അല്ല. സ്ലാവ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻഫീരിയർ റേസാണ്. അവന്മാർ ശരിയല്ല. അതുകൊണ്ടാണല്ലോ ഹിറ്റ്ലർ പിന്നെ നോൺ വാർ പാക്ട് ക്യാൻസൽ ചെയ്ത് ഹിറ്റ്ലർ റഷ്യയുടെ നേരെ പോയത്. അത് റഷ്യയുടെ നേരെ പോകാതെ ജിബ്രാൾട്ടർ കൈയടക്കിയിരുന്നെങ്കിൽ അത് ജനറൽ റോമൽ, ലോകം കണ്ട ഏറ്റവും ബെസ്റ്റ് ജനറലായിരുന്ന എർവിൻ റോമൽ ഉപദേശിച്ചിരുന്നു, ഫ്യൂററെ നമ്മൾ അവിടെ പോകരുത്, നമുക്ക് റഷ്യയെ അറ്റാക്ക് ചെയ്യാൻ പോകരുത്, നമ്മൾ നോൺ വാർ പാക്ട് ഉണ്ട്, നമുക്ക് അത് പിടിച്ചാൽ മതി. അങ്ങനെ ജിബ്രാൾട്ടറിനെ പിടിക്കാൻ പോയിരുന്നെങ്കിൽ ഇന്ന് വേൾഡ് ഹിസ്റ്ററി മാറിപ്പോയെന്നെ. റഷ്യക്കാരാണല്ലോ ഏറ്റവും കൂടുതൽ നാശം ജർമ്മൻസിനുണ്ടാക്കിയത്. അമേരിക്കക്കാരവിടെ താമസിച്ചു പോയി വന്നപ്പം. ജപ്പാനിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് ജർമ്മനിക്ക് എന്താ? അപ്പം ഈ റഷ്യൻ വിരോധം അവരുടെ DNA ഈ ജർമ്മൻസിനുണ്ട്. ഈ ഹിറ്റ്ലറുടെ സ്വന്തം ആളാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഇയാൾ ഫ്രെഡറിക്, ജർമ്മൻ്റെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. സ്ലാവ് ശരിയല്ല. അത് അവർ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, അവർ അങ്ങനെ സ്ലാവ് ശരിയല്ല. അത് അവരുടെ DNA-യിലുള്ളതാണ് ഈ ജർമ്മൻസിൻ്റെ. പിന്നെ UK-യുടെ. അപ്പോൾ ഈ UK-യിലുള്ള കുറച്ച് ജർമാനിക് ട്രൈബ്സ്, ആംഗ്ലോ സാക്സൺ ഒക്കെ മൈഗ്രേറ്റ് ചെയ്ത് അമേരിക്കയിലും പോയിട്ടുണ്ട്. അവരും ഇത് ഊറ്റം കൊള്ളുന്നുണ്ട്. ഞങ്ങൾ ആംഗ്ലോ സാക്സൺ ആണ്, ഞങ്ങൾ ജർമാനിക് ട്രൈബാണ്. അതും ഈ അസുഖമുള്ളവരാണ്. സ്ലാവ് ശരിയല്ല എന്നുള്ളത് അതാണ്. അപ്പം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ വേൾഡിലുള്ളത്. പക്ഷെ നമ്മുടെ മീഡിയ കവറേജ് കൊടുക്കുന്നില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ പറയാൻ നമ്മുടെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ അത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ഈ നമ്മൾ വാർ ഇൻഫർമേഷൻ സ്ട്രാറ്റജി വളരെ മോശമായിരുന്നെന്ന് എല്ലാവർക്കും അറിയാം. അതിനാണല്ലോ 8 ഡെലിഗേഷൻ അയച്ചത്. എന്നുവെച്ചാൽ നമുക്കൊരു ഡെഫിഷ്യൻസി പറ്റി, നമുക്കൊരു ഒരു ലാക്കുണ പറ്റി, അത് കറക്റ്റ് ചെയ്യാനാണ് അത് അയച്ചത്. അതുകൊണ്ടൊന്നും ശരിയാവില്ല. അപ്പോൾ എനിക്ക് വേറൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇന്ത്യൻ അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്ത് കാരണം പറഞ്ഞാലും അതിന് ലെയിം എക്സ്ക്യൂസ് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യാൻ, എന്നെപ്പോലുള്ള രാജ്യസ്നേഹികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തിന് ആളും അർത്ഥവും എല്ലാ വിധത്തിലും ഈ ഓൾ വെതർ ഫ്രണ്ടായിട്ട് നിൽക്കുന്ന 2 രാഷ്ട്രങ്ങളാണ്. നമ്പർ 1 ഇസ്രായേൽ, സെക്കൻഡ് ഈസ് റഷ്യ. അപ്പോൾ ഈ നമ്മൾ പറയുന്ന റഷ്യ, നമ്മളെ ഇന്ത്യ പാകിസ്ഥാൻ വാറിൽ പാകിസ്ഥാൻ ജയിച്ചേ, ഞങ്ങൾ 10 റഫേലിനെ താഴെ ഇട്ടു, നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഉള്ളത് ഈ എല്ലാ പത്രങ്ങളിലും, അവിടെ USA-ലൊക്കെ ഇന്ത്യക്കാരെ നോക്കി പാകിസ്ഥാനികൾ കോക്രി കാണിക്കുന്നു, അങ്ങനെ ഒരു വലിയൊരു പരാതിയുണ്ട്. അങ്ങനെ അതെങ്ങനെയാണ് ആ പരാതി വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇസ്രായേൽ ഈ റഷ്യനും അവർക്ക് ആവശ്യമുള്ള സമയത്ത്, ഉദാഹരണം ഇപ്പോൾ ഇസ്രായേലിൽ മറ്റേ ഹമാസിൻ്റെ വിഷയം വന്നപ്പം നമ്മളെ എല്ലാ വിധത്തിലും സഹായിച്ചുകൊണ്ടിരുന്ന ഇസ്രായേലിനെ പറ്റി ഏതെങ്കിലും ഒരു ഇസ്രായേൽ ഇവിടെ ഇരുന്ന് നമ്മളെ പത്രങ്ങളെല്ലാം കൂടെ വായിച്ച് കഴിഞ്ഞാൽ അവൻ സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ അവൻ ബോംബ് വയ്ക്കും ഈ നമ്മുടെ രാജ്യത്തിനെതിരായിട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഗർഭിണികൾ, കുട്ടികൾ, ഗർഭിണികൾ എല്ലായിടത്തും ഉണ്ട്. അതിനെപ്പോഴും നമ്മുടെ ഈ പത്രങ്ങൾ ഈ ഹമാസ് പണ്ടെങ്ങാണ്ട് റിലീസ് ചെയ്തത് ഈ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇടും. അത് നമ്മുടെ പത്രങ്ങളെല്ലാം ഇടും. അതുതന്നെ നമ്മുടെ ഒരൊറ്റ TV ചാനൽ ഓൺ ചെയ്യാൻ നിവർത്തില്ല. അത് കണ്ടാൽ നമ്മൾ ഇസ്രായേൽ വിരോധിയാണെന്ന് പറയും. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇസ്രായേലിനെ സഹായിക്കുന്നത്? കുറേ പൈസ കൊടുത്തിട്ടാണ്. നമ്മുടെ ആളല്ലേ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇടും കേട്ടോ, പക്ഷെ കുറച്ച് പൈസ തരാം. അങ്ങനെയല്ല ഇസ്രായേലിനെ സഹായിക്കണം. നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ തിരിച്ചറിയണം, കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം അവർക്കെതിരായിട്ട് കൊടുക്കുമ്പോൾ. ഇപ്പോൾ നമ്മുടെ റഷ്യ ബ്രഹ്മോസ് S-400 അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് അത് ചെയ്തതെന്ന്. അത് നമുക്ക് തന്നു, നമ്മൾ അത് ഇത് ചെയ്തു, ഇൻ്റലിജൻസ് ആയിട്ട് നമ്മൾ ടെക്നോളജി അതിനകത്ത് സന്നിവേശിപ്പിച്ചു, കുറച്ചുകൂടെ എഫക്റ്റീവായി. അതെല്ലാം ശരി. പക്ഷെ ഇതിൻ്റെ കാരണമാരാ?
റഷ്യൻസ്. അത് നമ്മുടെ ഒരു സുഹൃത്ത് രാജ്യമല്ലേ. നമ്മളിപ്പോഴതാ ഈ 2-3 ദിവസമായിട്ട് ഇന്ന് തുറന്നു കഴിഞ്ഞാൽ ഉക്രൈൻ അത് ചെയ്തു, ഉക്രൈൻ ഇങ്ങനെ ചെയ്തു. അപ്പം ഒരു റഷ്യക്കാരൻ ഇവിടെ ഉണ്ട്, അവരുടെ റഷ്യൻ എംബസിയൊക്കെ ഇവിടെ ഉണ്ട്. അവരിതെല്ലാം കൂടെ എഴുതി അയക്കും. അതിൻ്റെ കൂട്ടത്തിലേ പറയാം, ഈ ഇസ്രായേൽ ഇടയ്ക്ക് അവർ മനുഷ്യരല്ലേ. ഈ നമ്മുടെ നമ്മുടെ മണിപ്പൂര് അവിടെ വലിയ വിഷയം നടക്കുകയല്ലേ. ഇസ്രായേലിൽ ഏതോ മണിപ്പൂരുകാരൻ അവിടെ ചെന്നിട്ട് അവരൊരു ഷർട്ട് ഇട്ടിട്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള ഇസ്രായേലിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രകടനം നടക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സഹിക്കാൻ പറ്റുമോ? അതെനിക്ക് തോന്നുന്നത് ഇസ്രായേൽ ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് ഈ ഹമാസിൻ്റെ ഈ വാറിന് പറ്റി ഇന്ത്യയിലുള്ള ഇസ്രായേലിനെതിരായിട്ടുള്ള കവറേജ് കണ്ട് സഹികെട്ട് അവർ മണിപ്പൂരുകാരനെ പിടിച്ച് അവിടെ നിർത്തിയതാണ്. അത് പിന്നെ നമ്മൾ പ്രതിഷേധിച്ചപ്പോൾ അവർ പിന്നെ വിളിച്ചെന്തോ കറക്റ്റ് ചെയ്തു. അപ്പോൾ അതേപോലെ ഈ റഷ്യൻ നമ്മളിങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പം ഒന്നുമില്ലെങ്കിലും അത് ഇടാതിരുന്നൂടെ? ഇത് ഉക്രൈൻ പറയണല്ലേ, 10,000 സോൾജേഴ്സ് ഞങ്ങൾ ബോംബിട്ട് കൊന്ന് റഷ്യക്കാരെല്ലാം ചത്ത് കിടക്കുകയാണ്. ഇത് എന്തിനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്? നമ്മൾ അവിടെ വരുമ്പം മാത്രമേ ഞങ്ങൾ ന്യൂട്രലാണ്, ഞങ്ങൾ ഇവിടത്തെയും കൊടുക്കും അവിടത്തെയും കൊടുക്കും. അത് തന്നെ അവരും പറയുന്നത്. മറ്റുള്ള രാജ്യങ്ങൾ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ വാർ വരുമ്പോൾ ഞങ്ങൾ ന്യൂട്രലാണ്, പാകിസ്ഥാൻ തന്നു ഞങ്ങൾ കൊടുത്തു, ഇന്ത്യ ഒന്നും തന്നില്ല. അപ്പം അത് നമ്മുടെ അധികാരികൾ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളെ തിരിച്ചറിയണം. നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളെ നമ്മളെ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ സഹായിക്കുന്ന സുഹൃത്ത് രാജ്യങ്ങളെ പറ്റിയുള്ള മോശമായ വാർത്തകൾ നമ്മുടെ മീഡിയയിൽ കൊടുക്കാൻ പാടില്ല എന്ന് തന്നെ ഞാൻ പറയും. സാർ, അതിനകത്ത് ഒരു ഡൗട്ട് കൂടെ ചോദിക്കട്ടെ. അപ്പം ഇന്ത്യ ഒരു സൂപ്പർ പവറാണ്, അതുപോലെ പറയാതിരിക്കാൻ പറ്റില്ല. റഷ്യ ഇനി ഏത് രീതിയിലായിരിക്കും അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്? പ്രത്യേകിച്ച് പുടിനെ, അദ്ദേഹത്തിൻ്റെ ഇമേജിനെ കോട്ടം തട്ടിയ സ്ഥിതിക്കാതെ ഏത് രീതിയിൽ വേണമെങ്കിലും ആക്രമണം നടത്താം. അപ്പോൾ ഇന്ത്യ അതിനകത്ത് കൈകോർത്ത് കഴിഞ്ഞാൽ, ഇപ്പം റഷ്യയെ സഹായിക്കുന്നു, ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു വലിയ രീതിയിലൊരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഇന്ത്യയും ഭാഗമാവുമെന്ന് പേടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ കൂടി ആയിരിക്കില്ല ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഈ ഒരു മൗനം ഉണ്ടാവാൻ സാധ്യതയെന്ന് തോന്നുന്നില്ലേ? അല്ല, ഒന്നുമില്ലെങ്കിലും ഈ നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾ പത്രം വായിക്കുമ്പോഴും TV കാണുമ്പോഴും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ, ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളെ പറ്റിയൊരു ചിന്ത വേണ്ടേ? ഈ റഷ്യൻ എംബസിയും, ഉദാഹരണത്തിന് റഷ്യൻ എംബസിയും ഇസ്രായേൽ എംബസിയും ഇവിടെ ഉണ്ട്, അവർക്ക് കോൺസുലേറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ സംസാരിക്കുന്നതും എനിത്തിങ് അബൌട്ട് ഇസ്രായേൽ ഓർ റഷ്യ ഒന്നും മിണ്ടിയാൽ മതി, അത് മിക്കവാറും അതവർ റെക്കോർഡ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർ അയക്കും. പിന്നെ എപ്പോഴും ഈ ഉക്രൈൻ കൊടുക്കുന്ന സാധനം മാത്രം ഇടുക, അല്ലെങ്കിൽ ഹമാസും ഈജിപ്തും കൊടുക്കുന്ന സാധനം മാത്രം കൊടുക്കുക. പിന്നെ എപ്പോൾ നോക്കിയാലും ഇസ്രായേലുമായിട്ടുള്ള വാർ സമയത്ത് ഗർഭിണികൾ എല്ലായിടത്തും ഉണ്ട്, ഗർഭിണികളെല്ലായിടത്തും കൊല്ലപ്പെടും. ഇസ്രായേലിലുണ്ടായിരുന്ന പിടിച്ചോണ്ട് പോയ അതിനകത്ത് എത്ര ഗർഭിണികളുണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ ഇതുവരെ. അപ്പോൾ എപ്പോഴും ഈ ഹമാസ് കൊടുക്കുന്ന പഴയ ഗർഭിണികളുടെ പടവും കുറേ കുട്ടികളുടെ പടവും അതൊന്നും ഈ ഇസ്രായേലുമായിട്ടുള്ള വാറിന് സമയത്തുള്ളതല്ല, പഴയ പടങ്ങളാണ്. അതിങ്ങനെ കൊടുക്കുമ്പം ഇസ്രായേലുകാർ എന്താ വിചാരിക്കും ഇന്ത്യയെ പറ്റി? അപ്പോൾ ഈ ഉക്രൈൻകാർ കൊടുക്കുന്ന 41 ആളുകൾ റഷ്യക്കാർ ചത്തു, അവരുടെ എല്ലാം തകർത്തു എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന അത് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ വാറിന് സംഭവിച്ചത്. പാകിസ്ഥാൻ കൊടുത്തത് അവർ പിന്നെ നമ്മുടെ ശത്രു രാജ്യങ്ങളാണ്, യൂറോപ്യൻസ് നമുക്ക് എഗൻസ്റ്റായിരുന്നു, അവരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ചോദിച്ചു അതെന്താ ഇന്ത്യ, അത് നിങ്ങളാരും ഒന്നും പറഞ്ഞില്ല, നിങ്ങളാരും ഒന്നും തന്നില്ലല്ലോ. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നുമില്ലെങ്കിലും വേറെ ആരും സഹായിക്കാനില്ല എന്ന സമയത്ത് എപ്പോഴും ഓൾ ടൈം വെതർ സുഹൃത്തുക്കളുണ്ട് നമുക്ക്. അപ്പം നമ്മൾ മറക്കരുത്. പിന്നെ ശരത്ത് ചോദിച്ച പോലെ നമ്മൾ സൈന്യത്തെ അയച്ചില്ലെങ്കിലും നമുക്ക് വേറെ എന്തെല്ലാം ഉപകാരങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങൾ. ഒന്നുമില്ലെങ്കിൽ റഷ്യയെ പറ്റിയും ഇസ്രായേലിനെ പറ്റിയും ഇങ്ങനെ മോശമായിട്ടുള്ള അതും ഈ നാറ്റോ കൊടുക്കുന്നതാണ് ഈ ഇങ്ങനത്തെ ന്യൂസുകൾ. അവർ റോയിട്ടർ മറ്റേത് മറിച്ചത് അവർക്ക് ഒരുപാട് മെക്കാനിസംസ്. അപ്പോൾ അത് വഴി വരുന്ന സാധനം നമ്മളെന്തിനാണ് നമ്മുടെ റഷ്യക്കാരനെ
നോവിച്ചുണ്ട്. ഇവിടെ കോവളത്തൊക്കെ ഒരുപാട് റഷ്യക്കാർ വന്ന് ടൂറിസ്റ്റുകളായിട്ട് വരുന്നുണ്ട്. റഷ്യൻസ് ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരാരെങ്കിലും ഇത് കണ്ട അവർ നമ്മുടെ രാജ്യത്തെപ്പറ്റി എന്താ വിചാരിക്കും? മോശമല്ലേ ഇത്? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ അത് ശ്രദ്ധിക്കണമെന്ന് എനിക്ക് എൻ്റെ ഒരു വിനീതമായ അപേക്ഷയുണ്ട്. നമ്മൾ ഈ ഒരു വിഷയം പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു സൂപ്പർ പവേഴ്സിന്റെ കാര്യം പറഞ്ഞു. പക്ഷേ ഇതിൽ ഇറാന്റെ ഒരു നിലപാടും കൂടി നമ്മൾ പറയേണ്ടതില്ല. ഇപ്പോൾ ഇറാന്റെ ഒരു പ്ലേ ഇതിനകത്ത് നേരത്തെ പറയും യുറേനിയം സമ്പുഷ്ടമാണ് അവിടെ, മാത്രമല്ല ആണവശക്തി തന്നെയാണ്. അപ്പോൾ ഇറാന്റെ ഒരു ഇടപെടൽ ഈ ഒരു വിഷയത്തിനകത്ത് നമുക്ക് പ്രസക്തിയില്ല ഇതിനകത്ത്. ഇറാൻ്റെ ഇത് ശരത്ത് ചോദിച്ചത് നന്നായി, ഞാനെങ്കിൽ ഇത് വിട്ടുപോയേനെ. ഈ ഇറാൻ്റെ ഒരു പ്രവൃത്തി, ഇറാൻ്റെ മിസ്ഡമനേഴ്സ് അല്ലെങ്കിൽ മിസ്ചീഫ്സ്, ഇസ്രായേൽ പറഞ്ഞ ക്രിമിനൽ എൻ്റർപ്രൈസിങ്, ഇത് വളരെ റെലവൻ്റാണ്. ഈ റഷ്യയുടെ പോലെ ഇറാൻ്റെ ആക്ടിവിറ്റീസ് കഴിഞ്ഞ 2 മാസമായിട്ടുള്ള ആക്ടിവിറ്റീസ് വളരെ റെലവൻ്റാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ഇറാനും ട്രംപിന് ഇറാനെ അടിക്കണമെന്ന് യാതൊരു താല്പര്യമില്ല. അപ്പം ഈ പീസ് ടോക്ക്, നെഗോഷിയേഷൻ ടോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ലാസ്റ്റിൽ നടന്നത് ഒമാനിലാണ്, ഒമാനിലാണ് നടന്നത്. അപ്പം ഇങ്ങനെ ഞാൻ പണ്ട് പാകിസ്ഥാനെ പറ്റി ഞാൻ പറഞ്ഞത് ടോക്ക് ഫൈറ്റ് ഇതാണ് ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് നമ്മൾ പഴയ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പിന്നെ ഇപ്പോൾ ഇസ്രായേൽ കണ്ടുപിടിച്ചിരിക്കുന്നത്, അത് അമേരിക്കൻ ഏജൻസീസും ഇൻ്റലിജൻസ് ഏജൻസീസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് അവർ യുറേനിയം 236 എൻറിച്ച്മെൻറ്റ് നടത്തി 60% വെപ്പൺ ഗ്രേഡ് 90% ആണ്. 60% ആക്കി 60% നിന്ന് 90% വിത്തിൻ നോ ടൈം അവർക്ക് 90% ആകുമ്പോഴാണ് വെപ്പൺ ഗ്രേഡ് വരുന്നത്, മാറ്റാൻ പറ്റും. അപ്പം ഇപ്പോൾ 60% ആക്കിയ ഈ അടുത്ത കാലത്ത് ഇത്രയും അവരുടെ ഇല്ലായിരുന്നു. 430 കിലോ എൻറിച്ച്ഡ് യുറേനിയം അവരുടെ കയ്യിലുണ്ട്. അത് 10 ന്യൂക്ലിയർ ബോംബിനുള്ള മെറ്റീരിയലാണ്. അത് തീർച്ചയായിട്ടും ബാക്ക് സ്റ്റാബിംഗ് ആണ് ഇറാൻ ചെയ്തത്. അവരുടെ വിദേശകാര്യമന്ത്രിയും എല്ലാം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഈ പരിപാടി സൈഡിൽ കൂടെ ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ മീഡിയയിലൊന്നും അത് അധികം വന്നിട്ടില്ല. ഈ ദുബായിയുടെയും ഒമാനിൻ്റെയും ഒക്കെ അടുത്ത് ഇറാൻ്റെ അധീനതയിലുള്ള 3 ഐലൻഡ്സ് ഉണ്ട്. അത് വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐലൻഡ്സാണ്. ആ ഐലൻഡ്സിൽ ഇവർ ICBM മറ്റുള്ള മിസൈൽസും മൂവ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാസത്തിലാണ് സമാന ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്, ട്രംപ് വന്ന ശേഷം. അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വാർ വന്നാൽ ഇസ്രായേൽ ഞങ്ങളെ ന്യൂക്ലിയർ റിയാക്ടർ മറ്റും അറ്റാക്ക് ചെയ്താൽ ഞങ്ങൾക്ക് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതിനൊക്കെ ഒത്താശ ചെയ്ത് കൊടുക്കണം, അമേരിക്കയ്ക്ക് ഒരു പണി കൊടുക്കണമല്ലോ. അമേരിക്കയുടെ ഖത്തർ, ബഹ്റൈൻ, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഞാൻ മറന്നുപോയി. 3 ബേസിലേക്ക്, ഒമാനാണെന്ന് തോന്നുന്നു, 3 ബേസിൽ അമേരിക്കൻ ബേസിനെ അറ്റാക്ക് ചെയ്യാനുള്ള ആ ഡിസ്റ്റൻസ് റേഞ്ച് ഇപ്പോൾ ഐലൻഡ്സിൽ, ഇറാൻ്റെ ഇൻഹബിറ്റഡ് ഐലൻഡ്സിൽ വെച്ചിരിക്കുന്ന മിസൈലിന് സാധിക്കും. അപ്പോൾ അവർ സമാധാനമൊന്നും അവർക്ക് യാതൊരു താല്പര്യമില്ല. അപ്പം എനിക്ക് തോന്നുന്നു റഷ്യ ഈ വളരെ കടുപ്പിക്കുകയാണെങ്കിൽ ഇതൊക്കെ ബ്ലോക്ക് ചെയ്ത്, ബ്ലാക്ക് സീ ഒക്കെ ബ്ലോക്ക് ചെയ്ത്, പോർട്ടൊക്കെ, യൂറോപ്യൻ പോർട്ട്സൊക്കെ ബ്ലോക്ക് ചെയ്ത് ആകെ പ്രശ്നമാവുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇറാൻ്റെ ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷൻസിനെ ഇസ്രായേൽ ആക്രമിക്കും. എങ്ങനെ ആക്രമിക്കുമെന്ന് വെച്ചാൽ നമുക്കറിഞ്ഞൂടാ. മിക്കവാറും ഇന്ത്യ ചെയ്തതുപോലെ ഡീആക്ടിവേറ്റ് ചെയ്യുകയോ, ഈ ഡീആക്ടിവേഷൻ പരിപാടി എനിക്കൊന്ന് ഇസ്രായേലിൻ്റെ നമ്മൾ കണ്ടു പഠിച്ചാണെന്ന് തോന്നുന്നു. പക്ഷേ വ്യാപകമായ തോതിൽ എഫക്റ്റീവായിട്ട് ഇന്ത്യയാണ് ചെയ്തത്. വേറെ ഒരു രാജ്യവും ഇതുവരെ വാർ ഹിസ്റ്ററിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ന്യൂട്രലൈസ് ചെയ്തിട്ടില്ല. അത് ആദ്യം ചെയ്തത് ഇസ്രായേലാണ്. എനിക്ക് തോന്നുന്നു 2024 തോന്നുന്നു. ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ അവരുടെ NL തുടങ്ങുന്ന ഒരു ന്യൂക്ലിയർ സൈറ്റ് ഉണ്ട്. അതിൻ്റെ വെളിയിൽ
ഇവർ സ്ഥാപിച്ചിരുന്ന ആൻറ്റി ബാലിസ്റ്റിക് മിസൈലോ അത് എയർ സർഫസ് ടു എയർ മിസൈലോ ഒക്കെ അതിനകത്തുണ്ടായിരുന്നതിൻ്റെ ബാറ്ററി ഇവർ ഫ്യൂസായി കളഞ്ഞു ഇസ്രായേൽ. അതാണ് ചരിത്രത്തിൽ ആദ്യത്തെ ഡീആക്ടിവേഷൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഇന്ത്യ ഇപ്പം ചെയ്തത്. അപ്പോൾ അങ്ങനെ അത് ചെയ്തു. അതുകൊണ്ട് ഇസ്രായേൽ വരുന്നത് ഇങ്ങനെ ഡീആക്ടിവേഷൻ പരിപാടിയാണോ അതോ വല്ല സ്റ്റക്സ് നെസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം കയറ്റി വിട്ടതുപോലെ 10 വർഷം ഇറാൻ ബാക്കിലോട്ട് പോയി അതാണോ, അതോ ഇനി ബോംബിംഗ് ആണോ, അതോ 1 ടൺ വലിയൊരു ബോംബ് കൊടുത്തിട്ടുണ്ട്, അണ്ടർഗ്രൗണ്ടിലുള്ള വരെ തട്ടിപ്പോവും. USA കൊടുത്തതാണ് ട്രംപ് വന്ന ശേഷം. അതാണോ ഇടാൻ പോണെന്ന് നമ്മൾ കാത്തിരുന്ന് കാണുക. ഞാൻ നേരത്തെ സംസാരിച്ചതിൽ ഈ റഷ്യയുടെ അകത്ത് കയറിയ ഈ നാറ്റോ ഫോഴ്സ് അറ്റാക്ക് ചെയ്തതിനെ പറ്റി ഞാൻ 2 കാര്യം വിട്ടുപോയി. ഒന്ന്, പുടിൻ ഉടനടി ചെയ്യാൻ പോകുന്ന സ്റ്റെപ്സിൽ ഒന്ന് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വാലിഡ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പുടിൻ്റെ കയ്യിലൊരു വലിയൊരു വെപ്പണുണ്ട്. മറ്റേ മെഗാ ബോംബും മദർ ബോംബും ഒന്നുമല്ല, വേറൊരു ബോംബുണ്ട്. നോർത്ത് കൊറിയയുടെ കിമ്മിനെ റഷ്യ അൺലീഷ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ കിമ്മിന് ഇത് ഒന്നും പ്രശ്നമില്ല. എവിടെ ഇപ്പം ചൈനയുടെ കളം മാറി റഷ്യയുടെ കൂടെ കൂടിയിരിക്കുകയാണ് കിം. അപ്പം കിം കയറി ജർമ്മനിയെയോ ആരെ വേണമെങ്കിലും അയാൾ വരട്ടും. ഡർട്ടി ബോംബ് ആണെങ്കിൽ പോലും ബെർലിനിൽ ഒരു ഡർട്ടി ബോംബ് ഇട്ടാൽ എന്തോ ചെയ്യും, കിമ്മിനെ തൂക്കിക്കൊല്ലു. ഇവരെല്ലാവരും കൂടെ പോയി കിമ്മിനെ അടിക്കുമോ? ഒരിക്കലും അതൊന്നും നടക്കില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ റഷ്യ ചുമ്മാ ഇരിക്കുമോ? അപ്പോൾ കിമ്മിനെ വെച്ച് വരട്ടി കിമ്മിനെ അഴിച്ചു വിടും. എന്തൊക്കെയാണ് പുടിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അത് ദാറ്റ് വിൽ ബി വെരി ഡെട്രിമെൻ്റൽ. നമുക്കത് കാത്തിരുന്ന് കാണാം ഒരു 15 ദിവസത്തിനകത്ത്. ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു പ്രധാനപ്പെട്ട സംഗതി ഞാൻ വിട്ടുപോയത്, ഇവർ എങ്ങനെയാണിത് അക്സസ് ചെയ്തതെന്നുള്ള സൈബീരിയയിൽ 7000 കിലോമീറ്ററാണ് ഉക്രൈനിൽ നിന്ന്. അപ്പം ഇപ്പോൾ കേൾക്കുന്നത് ഗ്ലോനോസ് എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ, നമ്മുടെ സാറ്റലൈറ്റ് ഗ്രൂപ്പുണ്ട്. ഗ്ലോനോസ് നമ്മുടെ GPS-ൻ്റെ റഷ്യൻ ഫോമാണ്. അത് ഈ സാറ്റലൈറ്റിൻ്റെ ഗ്രൂപ്പ് വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു 30 സാറ്റലൈറ്റ്സിൻ്റെ ഒരു കോൺസ്റ്റലേഷൻ വെച്ചിട്ടാണ് ഈ ഗ്ലോനോസ് റഷ്യ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ 14 നാവിക്, റഷ്യയുടെ ഗ്ലോനോസ്. അപ്പോൾ ഈ ഗ്ലോനോസിനെ സ്പൂഫ് ചെയ്തു, സ്പൂഫിങ് എന്നാണ് അതിന് പറയുന്നത്. സ്പൂഫ് ചെയ്ത് ആണ് ഈ ഡ്രോൺ വളരെ അടുത്തുനിന്ന് ആ സൈബീരിയയുടെ അല്ലെങ്കിൽ ആ റഷ്യയുടെ എയർബേസിന് തൊട്ടടുത്തുനിന്ന് ഈ നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യ ഡീആക്ടിവേറ്റ് ചെയ്തത് ഇപ്പോൾ ഇന്ത്യയാണ് റഷ്യയുടെ ഗുരു എന്ന് എനിക്ക് തോന്നുന്നു. ലേറ്റസ്റ്റ് ഇന്ത്യ ചെയ്തതാണ് റഷ്യയുടെ പുറത്ത് ഈ നാറ്റോ ഫോഴ്സസ് ചെയ്തു. അതിന് ഒരു സംശയമില്ല. പെട്ടെന്നൊരു ഐഡിയ ഈ ഇന്ത്യ കൊടുത്തത് തന്നെയായിരിക്കും. സ്പൂഫ് ചെയ്തിട്ടാണ് ഇതിനകത്ത് കയറി അടിച്ചത്. പിന്നെ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് കൺഫേം ചെയ്തിട്ടില്ല. പക്ഷെ പെട്ടെന്ന് ഈ പുടിൻ ഈ ഡ്രോൺസിനെ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ആകാശ് മിസൈൽ അദ്ദേഹം അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് 40 അല്ലെങ്കിൽ റഷ്യ പറയുന്ന 15% എയർക്രാഫ്റ്റ് പോവില്ലായിരുന്നു. കാര്യം 1000-ഓളം ഡ്രോൺസാണ് പാകിസ്ഥാൻ നമുക്കെതിരായിട്ട് വിട്ടത്. നമുക്ക് യാതൊരു നാശവും ഉണ്ടായിട്ടില്ല. ഒരു സിവിലിയൻ പോലും നമ്മൾ കൊല്ലപ്പെട്ടില്ല. നമ്മുടെ മിലിറ്ററി ഇൻസ്റ്റാളേഷന് എതിരായിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് ആരാ അതിൻ്റെ ഉത്തരവാദി? ആകാശ്, നോട്ട് ബ്രഹ്മോസ്, ആകാശ്. അത് ചോദിച്ചിരിക്കുകയാണ് പുടിൻ. ഉടനടി ആകാശ് മിസൈൽ വേണം. പക്ഷേ അത് വളരെ രഹസ്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം കൂടെ നമുക്ക് കൺസ്റ്റാവും. പക്ഷേ എനിക്കറിഞ്ഞൂടാ എന്താണ് നമ്മുടെ തിങ്ക് ടാങ്ക്സ് ചെയ്യാൻ പോകണമെന്ന്. റഷ്യ ചോദിച്ചിരിക്കുകയാണ്. റഷ്യ ഒരു സാധനം വേണമെന്ന് നമ്മുടെ അടുത്ത് ആദ്യമായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് കൂടെ ഉണ്ട്. അത് ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ചുരുക്കി പറയാം, ഇന്ത്യയുടെ സഹായം കൂടി റഷ്യക്ക് വേണ്ടി വന്നിരിക്കുന്നു. അതെ. ഇപ്പോൾ മാത്രമല്ല നമ്മുടെ സ്ട്രാറ്റജിയും ചിലപ്പോൾ റഷ്യ ചോദിക്കും.
പിന്നെ ഈ എല്ലാവരും ഈ ബ്രഹ്മോസ് റഷ്യ എടുത്ത് തന്നു, അല്ലെങ്കിൽ S-400 തന്നിട്ട് മാത്രമല്ല, ഇന്ത്യയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് അത് ഇസ്രായേൽ അങ്ങനെയാണ്. റഷ്യയുടെ നിന്ന് വാങ്ങിക്കും, എന്നിട്ട് അവർ കസ്റ്റമൈസ് ചെയ്യും F-16. ആ F-16 മറ്റുള്ള രാജ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഈ S-400 എല്ലാം നമ്മൾ റഫേലും കസ്റ്റമൈസ് ചെയ്തു. റഫേൽ എത്രയും എഫക്റ്റീവ് ആയത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രാൻസിൻ്റെ ഒറിജിനൽ റഫേലിൽ ഉള്ള മിസൈലിനെ മാറ്റിയിട്ട് നമ്മൾ ബ്രഹ്മോസ് മിസൈൽ കയറ്റി. അപ്പം അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ടെക്നോളജിയാണ്, സ്കില്ലാണ്. അത് ശരിയാവുമോ ഇല്ലേ എന്നൊന്നും. പക്ഷെ നമ്മളത് കയറ്റി റഷ്യയുടെ പെർമിഷൻ എടുത്തു, അത് ശരിയായി. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവന്മാർ വന്ന് നമ്മളെ തോണ്ടിയത്. അപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. നമ്മളെ നാട്ടിൽ തന്നെ ചെയ്ത് നമ്മുടെ സാങ്കേതിക വിദ്യ മാത്രമല്ല. പിന്നെ ഉദാഹരണം മറ്റേ ഇസ്രായേലിൻ്റെ അയൺ ഡോം ഇന്ത്യക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് കാര്യം ഞാൻ ഇസ്രായേലിൻ്റെ അവിടുത്തെ ടോപ്പോഗ്രാഫിയും ജോഗ്രഫിയും വെച്ചിട്ട് പ്ലെയിൻ ലാൻഡാണ്, ഹമാസിനെ അടിക്കാൻ അത് മതി. ഇവിടെ അത് പറ്റില്ല. ഒന്ന് ഭയങ്കര കോസ്റ്റ്ലിയാണ്, രണ്ടാമത്തത് നമ്മുടെ പാകിസ്ഥാനും ചൈനയൊക്കെ ഈ ആൾട്ടിറ്റ്യൂഡിലും ഫോറസ്റ്റിനകത്തും അതിൻ്റെ അപ്പുറത്തും ഒക്കെയാണ് നമുക്ക് എയിം ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മുടെ വിദഗ്ധന്മാർ അത് വേറെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് മോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ടെക്നോളജിയുടെയും നമ്മുടെ ഫോഴ്സിൻ്റെയും സ്കില്ലിൻ്റെയും സുപ്പീരിയോറിറ്റി വെളിവായത്. പിന്നെ ഈ രണ്ട് ഇറാൻ്റെ ഇതും ഈ റഷ്യയുടെ പോസ്റ്ററും നമ്മുടെ ഇനിയുള്ള അടുത്ത ഒരു 15 ദിവസം മാക്സിമത്തിനകം വളരെ ക്രൂഷ്യലായിരിക്കും. റഷ്യ ഇങ്ങനെയൊക്കെ ചെയ്യണം, അതിൻ്റെ ഇടയിൽ ഇസ്രായേൽ ഇറാനെതിരായിട്ട് ചെയ്യും. കാരണം ഇനി ഇവർ ചതിക്കുമെന്ന് മനസ്സിലായി. ഇനി ICBM-ൽ കയറ്റി വയ്ക്കും. അടുത്ത സ്റ്റെപ്പ് ഇവർ സമാധാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇവരിങ്ങനെ കയറ്റി വയ്ക്കും. അവൻ ചതിയാണല്ലോ എപ്പോഴും ഈ വാറിൽ. നമ്മൾ ഈ വാർ ഹിസ്റ്ററിയും സ്ട്രാറ്റജിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചതി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ ഫാൾസ് പ്രൊപ്പഗണ്ട. ചൈനയും പാകിസ്ഥാനും അതിൽ നമ്പർ ഒന്നാണ്. ചുമ്മാ അവരിങ്ങനെ പറഞ്ഞ് പരത്തും. ഇന്ത്യയുടെ കയ്യിൽ ഇന്ന സാധനങ്ങളുണ്ടെന്ന് നമ്മൾ ആരെങ്കിലും അറിഞ്ഞില്ല. അതൊരു ബ്യൂട്ടിയാണ്. അവരുടെ ചിന്താധാര അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ ഫോഴ്സസിൻ്റെയും നമ്മുടെ മോഡിജിയുടെയും ഡിഫൻസ് മിനിസ്റ്ററുടെയൊക്കെ അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ്. ആർക്കും ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോഴാണ് നമ്മളായിരുന്നു. പക്ഷെ ചൈന അങ്ങനെയല്ല. ചുമ്മാ ഇരുന്നുകൊണ്ട് പറയും, ഞങ്ങളിൽ ഒരു പുതിയൊരു സബ്മറൈൻ, ഞങ്ങൾ പിന്നെ ഒരു വലിയൊരു മദർഷിപ്പ് ഇങ്ങനെ ഇറക്കി. മിണ്ടാതിരുന്നൂടെ ഇവന്മാർക്ക്. അപ്പം ഇങ്ങനെ പറയുമ്പം തന്നെ പിന്നെ അവന്മാരെ മിസൈലിൽ അൽ കബീർ എഴുതി വെച്ചിട്ട് ഇവൻ പറയും ഇത് 7000 കിലോമീറ്റർ ട്രിവാൻഡ്രം ഇവിടെ വിഴിഞ്ഞം പോർട്ടിനെ അടിക്കും, ISR അടിക്കും. അതങ്ങ് അടിച്ചാൽ മതിയല്ലോ. ഇവരെന്തിനായി പറയണേ? അപ്പം അമേരിക്കയെ വിട്ടുവീഴ്ച ചെയ്തില്ലല്ലോ. അമേരിക്കയും പറഞ്ഞല്ലോ അവർക്ക് ഗോൾഡൻ ഡോം ഒക്കെ പറഞ്ഞ് വരികയുണ്ടായി. അത് പഴയ ഒരു പരിപാടിയാണ്, USA-യുടെ പഴയ പരിപാടിയാണ്. ഇപ്പോൾ പൊടി തട്ടി ട്രംപ് എടുത്തത്. അത് ഇസ്രായേലാണ് അവരെ ആക്ച്വലി അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. പഴയ പരിപാടിയാണ്. അത് എന്താണെന്നറിയാം, മറ്റേ സ്റ്റാർ വാഴ്സ് ഇല്ലേ സിനിമ, അതുമായിട്ട് ബന്ധപ്പെട്ട് ആ സ്റ്റാർ വാഴ്സ് സിനിമയ്ക്കകത്ത് കാണുന്ന സാറ്റലൈറ്റിൽ നിന്ന് അടിക്കുന്ന ആ സാധനമാണ് ഗോൾഡൻ ഡോം. അത് പഴയതാണ്. പക്ഷെ ഇപ്പം ട്രംപ് വന്നപ്പോൾ പൊടി തട്ടി എടുത്തതേ ഉള്ളൂ.